നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു സമസ്യയായി മാറുകയാണോ വിഴിഞ്ഞം സമരം? ഭരണകൂടത്തിന്റെ ധാർഷ്ട്യമാണോ അതോ സമരസമിതിയുടെ പിടിവാശിയാണോ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് പിന്നിൽ? വിഴിഞ്ഞം സമരത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടികൾ ഒഴുകുന്നു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനമെന്ത്? വിഴിഞ്ഞം സമരത്തിനെതിരെ നിലകൊള്ളുന്ന ശക്തികൾക്ക് പിന്നിൽ ആരാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്. അതിനുള്ള ഉത്തരങ്ങൾ തേടുകയാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ്. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നും ഫാദർ മൈക്കിൾ തോമസ്, ഒപ്പം വിഴിഞ്ഞം സമരസമിതി അംഗം ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ അനുകൂലിക്കുന്ന ശ്രീ സഫറുള്ള ഖാൻ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ മൈക്കിൾ തോമസ്, നമുക്കറിയാം വിഴിഞ്ഞം സമരം 100 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ എതിർക്കുന്നവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സമരത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ചില മാധ്യമങ്ങളും ചില സംഘടനകളും ചില പാർട്ടികളും ഒക്കെ വലിയ വിവാദമാക്കി മാറ്റിയ ഒരു ആരോപണമാണ് വിദേശത്ത് നിന്നും കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിനായി ഒഴുകുന്നു എന്നത്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ പ്രസക്തി നഷ്ടപ്പെട്ടേക്കാവുന്ന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കോടികൾ ഒഴുകുന്നു. പ്രത്യേകിച്ച് കൊളംബോ പോർട്ട് നമുക്കറിയാം, ചൈന അതിൽ വൻതോതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ദുബായ് പോർട്ടുമായി ബന്ധപ്പെട്ട് കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിലേക്ക് ഒഴുകുന്നു എന്നൊക്കെ ആരോപണം വരുന്നു. ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം സമരസമിതി നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു എന്ന ആരോപണം, അതിനെതിരെ ആ വ്യക്തി വക്കീൽ നോട്ടീസ് ആ ചാനലിനെതിരെ അയച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ ആരോപണങ്ങളുടെ പിന്നിലെ ഒരു വാസ്തവം എന്താണ്? അതിനോടുള്ള താങ്കളുടെ പ്രതികരണം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരം ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ അജണ്ട എന്താണ്? ഫാദർ മൈക്കിൾ തോമസ്. ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, BJP പോലുള്ള കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഈ വിദേശ ഫണ്ട് വരിക എങ്ങനെ തോന്നുന്നതാണ് ആരുടെ അക്കൗണ്ടിൽ വരാമെന്ന് പറയുന്നത്, അത് തന്നെ വളരെ ബാലിശമായിട്ടുള്ള മൗഢ്യമായിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം വളരെ കർക്കശമായ നിയന്ത്രണമുള്ള ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഏകജാലകത്തിലൂടെയാണ് ഈ വിദേശ ഫണ്ട് അഥവാ ആർക്ക് ലഭിച്ചാലും അത് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നതാണ്. SBIയുടെ FCR അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് അത് പാൻ കാർഡ് ഇപ്പോ വളരെ വളരെ കർക്കശമായിട്ടാണ് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനേറെ സംസ്ഥാന സർക്കാരുകളെ പോലും EDയുടെ പേരിൽ റെയ്ഡ് ചെയ്യാൻ സ്വാധീനമുള്ള അത്തരത്തിൽ അവർക്ക് പ്രായോഗികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ വാസ്തവത എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കാൻ സാധിക്കും. അല്പം ഒരു കോമൺ സെൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കും. ഇനി കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഒരു വീഡിയോ, ഫാദർ തിയോഡോഷ്യസിന്റെ പേരിലുള്ള ഒരു വീഡിയോ വിട്ടത്. അതിൽ തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത്രയും ബാലിശമായിട്ട് ആ വീഡിയോയെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ, ഞങ്ങൾ രഹസ്യമായിട്ടല്ല ആ വീഡിയോ എടുത്തത്, പരസ്യമായി സമരപ്പന്തലില് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമ പ്രവർത്തകരുള്ള ഒരു വേദിയിൽ അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, സമരമുഖത്തുണ്ടായിരുന്ന ജനങ്ങളെ വളരെ അവർക്കൊരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഹാസ്യമായ രീതിയിൽ അവതരിപ്പിച്ചത് എന്നാണ് ദുബായ് ഷെയ്ഖ് എന്നുള്ളൊരു പദപ്രയോഗം. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്, KRLCC, കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ, KRLCCയുടെ ഞങ്ങളുടെ 12 ലത്തീൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റെവിടെ ഉണ്ടായിരുന്നാലും അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു എന്നതിന്റെ വെളിച്ചത്തില് UAEയിലുള്ള ഒരു യൂണിറ്റ് KRLCCയുടെ ഭാഗമായിട്ടുള്ള അത് വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം രൂപതയിൽ നിന്നുള്ള അംഗങ്ങൾ, ഞങ്ങളെപ്പോലുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അവിടെ എത്തി അവർ ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു യൂണിറ്റ് അവിടെയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തീരദേശ ജനത അതിജീവനത്തിന് വേണ്ടി ഒരു സമരം നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് വന്ന വഴി മറക്കരുത് എന്നുള്ള ആ വളരെ പൊതു തത്വം ഉൾക്കൊണ്ടുകൊണ്ട്
UAE വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് 25,000 രൂപ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നൽകി. അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും UAE ജോലി ചെയ്യുന്ന ആ പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ, ഇവിടെ അവധിക്ക് വന്നപ്പോൾ അവർ പ്രതീകാത്മകമായി രഹസ്യമായിട്ട് നൽകിയതല്ല, അവിടെ ഉപയോഗിച്ച ഫാദർ തിയോഡേഷ്യസ് ഉപയോഗിച്ച ഒരു പദപ്രയോഗം, അതിനെ മാത്രം അത്രയ്ക്കും സുതാര്യമാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആ വീഡിയോ മുഴുവനും ഒരു പ്രസിദ്ധീകരിക്കട്ടെ ന്യൂസ് 18. ഇനി അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദുബായ് ഷെയ്ഖ് തന്നുവിട്ടെന്നുള്ള കവർ എന്താണെന്ന് ഇവർ കൃത്യമായി പരിശോധിക്കട്ടെ. ഏത് വഴിക്കാണ് പൈസ വന്നതെന്ന്, ആരാണ് വന്നതെന്ന്, ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് പരിശോധിക്കട്ടെ. ഈ രാജ്യത്ത് അങ്ങനെ ആർക്കും എന്തോ ആകാമെന്നുള്ളൊരു സംവിധാനമല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും അന്ധമായി ബാലിശമായിട്ട് മാധ്യമ ധർമ്മം പോലും മറന്നുകൊണ്ട് ഈ അദാനി അംബാനി പോലുള്ള വൻകിട കുത്തക മുതലാളിമാരുടെ വിനയാളികളായിട്ട് മാറി എത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അതിന് ഏറെ അപലപനീയമാണ്. ഇനി നിങ്ങൾ ചോദിച്ച ആ പ്രസക്തമായ ചോദ്യം, ഇതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീരദേശവാസികൾ ഒന്നടങ്കം കേരളത്തിലെ എല്ലാ തീരദേശ മത്സ്യത്തൊഴിലാളികളും എന്ന് മാത്രമല്ല പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എല്ലാവരും, കഴിഞ്ഞ 19-ാം തീയതി നിങ്ങൾ കണ്ടതാണ് 14 ജില്ലകളിലും ഈ വിഷയത്തോട് പ്രതിഷേധാത്മകമായിട്ട്, അതായത് ഞങ്ങളുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയ ആ ചിത്രം പ്രത്യേകിച്ച് കളക്ടറേറ്റിന് മുൻപിലും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലും സമരം നടത്തി. അത് നിങ്ങൾ കണ്ടു. അപ്പൊ ഇവിടെ ലക്ഷ്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, തീരദേശവാസികളുടെ സമരം ഓരോ ദിവസവും സമര വീര്യം കൂടുകയും, കാരണം ഞങ്ങൾ വാടക തൊഴിലാളികളല്ല, ഞങ്ങൾ തൊഴിലെടുക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട്, അന്തസ്സായിട്ട് ജോലി എടുക്കുവാനുള്ള ആ അടിസ്ഥാന ഭരണകൂടം നൽകുന്ന അവകാശത്തിന് വേണ്ടി ഞങ്ങളെ പാർപ്പിടം നഷ്ടപ്പെടുന്നു, ഞങ്ങളെ തൊഴിലിടം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു. അതിനുവേണ്ടിയാണ് പൊരുതുന്നത്. അപ്പോ അങ്ങനെ ഇപ്പോ ഈ സമരം മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനേറെ ഈ മന്ത്രി ഉൾപ്പെടെ പറയുകയാണ് വിദേശികളാണെന്ന്. ഈ കഴിഞ്ഞ 27-ാം തീയതി നടത്തിയ 100-ാം ദിനത്തിൽ നടത്തിയ സമരത്തില് ഈ സമരം ആദ്യം ഈ പോർട്ട് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഒരു മത്സ്യഗ്രാമത്തിലും സംഭവിക്കാത്തതാണ്. തുറമുടക്കിക്കൊണ്ട് ഈ 100-ാം ദിനത്തിൽ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് വെറും പ്രതിനിധികൾ വന്നപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം തുറമുടക്കിക്കൊണ്ടാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത്. ഒരു കാര്യം ഫാദർ മൈക്കിൾ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യണേ. ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞു, ഈ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ നേരത്തെ തുറമുഖത്തിനായി സമരം ചെയ്തവർ തുറമുടക്കിക്കൊണ്ട് വളരെ ഐതിഹാസികമായ ഒരു സമരം നടത്തി. ഷിക്കേന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതെല്ലാം തത്സമയം റിപ്പോർട്ട് ചെയ്തു. വളരെ ശക്തമായ ഒരു സമരം തന്നെയായിരുന്നു. എന്നാൽ പലപ്പോഴും പല ദൃശ്യങ്ങളിലും ഈ സമര വേദിയിലേക്ക്, അല്ലെങ്കിൽ ഈ സമരം നടക്കുന്ന മുല്ലൂരിലെ ആ സമര പന്തലിലേക്കൊക്കെ ഈ പ്രദേശവാസികൾ എന്ന പേരിൽ വൈദികരെ ചീത്ത വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സമരസമിതിയെ ചീത്ത വിളിച്ചുകൊണ്ട് ചിലർ സമരം നടത്തുന്നു. അതിനെതിരെ പ്രദേശവാസികൾ എന്ന പേരിൽ തന്നെ ഈ വിഴിഞ്ഞം സമരത്തിനെതിരെ ചിലർ നിലകൊള്ളുന്നു. അവർ ആരാണ്? അവരുടെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഫാദർ മൈക്കിൾ. വെരി ഗുഡ്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇത് മത്സ്യത്തൊഴിലാളി വർഗത്തിന്റെ ഒരു സമരമാണ്. തൊഴിലാളി വർഗത്തിന്റെ സമരത്തെ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇതിനെ വീരം കെടുത്തുവാനാണ് അത് അവിടെ നടക്കുന്ന എന്താണ് പ്രാദേശിക ഐക്യകൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ സമരത്തിൽ പങ്കുചേർന്ന, എന്തിനേറെ നവംബർ 1-ാം തീയതി നടന്ന ലോങ് മാർച്ചിൽ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, പൊതുസമൂഹത്തിനറിയാം, പൊതുമാധ്യമം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാഹാരിക രാഷ്ട്രത്തിന്റെ ഏറ്റവും നെറികെട്ട മൂല്യച്യുതി അവിടെ സംഭവിച്ചത്. മൂല്യച്യുതിയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. കാരണം ഒരിക്കലും കൈകോർക്കാത്ത, ഇവിടെ പല സമരങ്ങളും നടന്നിട്ടുണ്ട്, പല പൊതു കാര്യത്തിനു വേണ്ടി സമരങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് BJP-യും CPM-ഉം കൈകോർത്തുകൊണ്ട് അവിടെ നടന്ന സമരം എന്താണ്? ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവ് എന്ന് പറയുന്നത്, വർഗീയ സംഘടനകൾ ഒരു ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ SNDP, VHDP, NSS,
നാടാർ സഭ, പുലയമഹാസഭ, അങ്ങനെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ പൊതുസമൂഹത്തിന് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. കാരണം കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാം. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശം വഴി ഇവരെല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഇത്രയും പണി പൂർത്തിയായി, 80% പൂർത്തിയായെന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷെ വിസിൽ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് VISL, അവര് നൽകിയ മറുപടി അനുസരിച്ച് 33% പോലും ആയിട്ടില്ല ഈ പുലിമുട്ട് നിർമ്മാണം. ബെർത്ത് 18% പോലും ആയിട്ടില്ല. അതിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 30% താഴെയാണ്. രേഖകൾ പുറത്തുവിടാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവര് കഴിഞ്ഞ ഒരു ചാനലിൽ വന്നിരുന്ന ഒരു BJP സഹയാത്രിക എന്ന് പറഞ്ഞാൽ 50% ഇനി അദാനി കമ്പനി ഹൈക്കോടതിയിൽ പറയുന്ന 80%. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന 30% താഴെയാണെന്ന് അത് വ്യക്തമാക്കുന്ന രീതിയിൽ വിസിൽ നൽകിയ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. വെറും 30% താഴെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം, അവിടെ പ്രാദേശികവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സമരം, ഇനി അവർ ഉയർത്തുന്ന മുദ്രാവാക്യം നിങ്ങൾ കണ്ടു. ഞങ്ങളെ ആഭാസം എന്ന് പറയുന്നത് എത്തരത്തിലുള്ള അല്പം മനുഷ്യത്വമുള്ള, അല്പം ഒരു സംസ്കാരമുള്ള, മനുഷ്യർ ഉപയോഗിക്കാത്ത നീചമായിട്ടുള്ള പദങ്ങളാണ്, വാക്കുകളാണ് മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വർഗീയ വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ച് ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ ഇന്നും ISRO VSCCയുടെ അകത്ത് ഏറെ ചരിത്ര സ്മാരകമായിട്ട് പ്രതീകാത്മകമായി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്, വിശുദ്ധ മരിയ മഗ്ദലന ദേവാലയം, പള്ളിത്തുറ. ഞങ്ങളെ പൂർവിക അന്തി ഉറങ്ങുന്ന ശ്മശാന ഭൂമിയുണ്ട്, പള്ളി മേടെയുണ്ട്, വൈദികന്റെ ഭവനമുണ്ട്. വിക്രം സാരാഭായി വന്ന് ഒരു ദിവ്യബലി മധ്യേ, ഒരു ഞായറാഴ്ച ദിവ്യബലി മധ്യേ ഭാഗ്യസ്ഥാനാർത്ഥനായ പീറ്റർ ബെർണാഡ് പെരേര തിരുമേനി വന്ന് പറഞ്ഞപ്പോൾ സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം കിടപ്പാടം വിറ്റുകൊടുത്ത ചരിത്ര സ്മാരകമുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടിന് വേണ്ടി സ്വന്തം കിടപ്പാടം കൊടുത്ത ചരിത്രമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തിരുവനന്തപുരത്ത്. ഇനി ടൈറ്റാനിയത്തിന് വേണ്ടി കൊടുത്തുള്ള ചരിത്രമുണ്ട്. ഞങ്ങൾ കൊടുത്ത അങ്ങനെയുള്ള ഞങ്ങളെ രാജ്യദ്രോഹികൾ മുദ്ര കുത്തി, വികസന വിരോധികൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്ന, പ്രത്യേകിച്ച് വൈദികരെ ഇത്രയേറെ നിന്ദ്യമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, രാജ്യദ്രോഹികളെ, ചെറ്റകളെ എന്ന് പറഞ്ഞുകൊണ്ട്, ലോഹയ്ക്കുള്ളിലെ തെമ്മാടികളെ, ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിയത്. ഞങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപം ഉന്നയിക്കുകയോ നിങ്ങൾക്ക് പരിശോധിക്കാം കൃത്യമായിട്ട്. ഞങ്ങൾ ഇന്നും പറയുന്നു, കുത്തക മുതലാളിമാർക്ക് എഴുതി കൊടുക്കേണ്ടതല്ല കേരളത്തിന്റെ പൊതു വസ്തു അല്ലെങ്കിൽ പൊതു സമ്പത്ത് എന്ന് പറയുന്നത്. ഈ വിസിൽ കമ്പനി എന്താ ചെയ്യുന്നത്? വിസിൽ കമ്പനി നമ്മുടെ സാധാരണ ജനങ്ങളെ നികുതി പണത്തിന്റെ ശമ്പളം പറ്റിക്കൊണ്ട്, അദാനിയുടെ പിമ്പളവും പറ്റിക്കൊണ്ട്, അദ്ദേഹം അദാനി കമ്പനി നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ വിസിൽ വളരെ അവരുടെ വലിയൊരു ദൗത്യം ചെയ്യുന്നു എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുത്തു പോർട്ട് വകുപ്പിന്, തുറമുഖ വകുപ്പിന്. ഈ 100 കോടി അദാനി ആവശ്യപ്പെടുന്ന 100 കോടി നഷ്ടം ആരിൽ നിന്ന് വാങ്ങിക്കാമെന്ന് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം നെത്തിന് അനുഭവിക്കുന്നതാണ്. അവസാനം അല്പം വെളിവ് വന്ന തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോകുൽ പറഞ്ഞു, ഈ നഷ്ടം മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ വിസിൽ പോലുള്ള കമ്പനി പോലും, സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ പോലും ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പൊതുസമൂഹം കണ്ടു. സർക്കാർ ഇതെല്ലാം മനസ്സിലായി. ണെങ്കിൽ കോടികളുടെ നഷ്ടം ഞങ്ങൾ കണക്ക് പറയേണ്ടി വരും. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട കിടപ്പാടത്തിന്റെ കണക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട ഭവനത്തിന്റെ കണക്ക്, ആ കണക്ക് ഞങ്ങൾ കൊടുക്കേണ്ടി വരും. അവരപ്പോൾ ആദ്യം മുൻഗണന ആർക്ക് കൊടുക്കണം? ആരുടെ നഷ്ടത്തിനാണ് ആദ്യം മുൻഗണന എന്നുള്ളത് പൊതുസമൂഹവും കേരള സർക്കാർ മറുപടി പറയേണ്ടി. ഞാൻ തിരിച്ചു വരാം ഫാദർ മൈക്കൽ. ഞാൻ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങയുടെ തുടക്കത്തിൽ ചോദിച്ചത്. ഞാൻ അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നതിന്റെ ഒറ്റൊരു ചോദ്യം കൂടി. ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം വന്നാലും അതിനെ ശക്തമായി സ്വാഗതം ചെയ്യുന്നുണ്ടോ വിഴിഞ്ഞം സമരസമിതി? ചുരുങ്ങിയ വാക്കുകൾ. ഉറപ്പായിട്ട് അതിന് ഒറ്റ വാക്കിൽ പറയും, ഞങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണവും അംഗീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. സുതാര്യമായ ഏത് അന്വേഷണവും സത്യസന്ധമായിട്ട്
അന്വേഷണം നേടുവാൻ ഞങ്ങൾ വ്യക്തമാണ്. ഔദ്യോഗികമായിട്ട് തന്നെ ഞങ്ങൾ പറയുന്നു. ഓക്കെ, വളരെ വളരെ വ്യക്തമായി തന്നെ. ശ്രീ സഫറുള്ള ഖാൻ, നേരത്തെ ഫാദർ മൈക്കിൾ സൂചിപ്പിച്ച ചില വാക്കുകൾ, ഈ കഴിഞ്ഞ ദിവസം നടന്ന കര ഉപരോധം, അതിലൊക്കെ ഫാദർ മൈക്കിൾ പറഞ്ഞതുപോലെ നേരത്തെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തെ അനുകൂലിച്ചവർ തന്നെ, അല്ലെങ്കിൽ തുറമുഖത്തിനായി സമരം ചെയ്തവർ തന്നെ തങ്ങളുടെ തുറ മുടക്കിക്കൊണ്ട്, അതായത് തങ്ങളുടെ ഉപജീവന മാർഗം മുടക്കിക്കൊണ്ട് ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം കേരളത്തിൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുണ്ട്, ഒപ്പം തന്നെ ഇന്ത്യയിൽ വിവിധ തുറമുഖങ്ങളുണ്ട്. ഈ തുറമുഖങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്ത് മേന്മയാണ് താങ്കൾ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ ഈ തുറമുഖ നിർമ്മാണത്തെ അനുകൂലിക്കുന്നത്, ശ്രീ സഫറുള്ള ഖാൻ? ബഹുമാനമുള്ള മൈക്കിൾ അച്ഛൻ്റെ അടുത്ത്, മൈക്കിൾ തോമസ് അച്ഛൻ, എല്ലാവിധ ബഹുമാനത്തോടും കൂടി പറയുകയാണ്. ഈ നമ്മുടെ പോർട്ടുമായിട്ട് ബന്ധിപ്പിച്ച് ഇതിന്റെ കമ്മീഷൻ നടക്കുന്ന സമയത്ത് 2013 തുടങ്ങിയ ഒരു അനുവാദം കിട്ടി. ഇതിന്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങി 2013 തന്നെ പബ്ലിക് ഹിയറിംഗ് എല്ലാം നടത്തി. അനന്തമായി ഇത് നീളുന്നു, 2 വർഷത്തോളം നീണ്ടുപോയപ്പോൾ അഭിവന്ദ്യനായ നമ്മുടെ ഇന്ത്യ മുഴുക്കെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സൂസപാക്യം തിരുമേനിയുടെ സമ്മത ആശീർവാദത്തോടുകൂടി അന്നത്തെ ജോർജ് തോമസ് എന്ന് പറയുന്ന അച്ഛൻ, അന്ന് വിഴിഞ്ഞ ഇടവക വികാരിയായിരുന്നു, അദ്ദേഹം ഉൾപ്പെടുന്ന ജനസമൂഹം ഈ പദ്ധതി സമയബന്ധിതമാക്കി നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഈ 2015 അതെ തുറം മുടക്കി എല്ലാവരും വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തി. ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ പോർട്ട് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഈ വിഴിഞ്ഞത്തെ ഇടവക വികാരികൾ ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തെ കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ മുഴുവനായി ഉണ്ടായിരുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ സാംസ്കാരിക സംഘടനകൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകാൻ ഇടയായത്. അന്നു മുതൽ ഇപ്പോൾ ഏറെക്കുറെ 6 വർഷക്കാലമായിരിക്കുന്നു. ഈ അഭിവന്ദ്യ തിരുമേനി അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മൈക്കിൾ അച്ഛനെ പോലെയുള്ള സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനമുള്ള അച്ഛന്മാര് അന്നേ ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വിഴിഞ്ഞത്തെ ജനസമൂഹവും തിരുവനന്തപുരത്തെ ജനസമൂഹവും ഒരുമിച്ച് നിന്ന് ഇതിനെ അന്ന് എതിർക്കുമായിരുന്നു. ഇന്ന് ഈ അച്ഛൻ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മൈക്കിൾ തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ 30% 50% ആകട്ടെ, എന്തായാലും ഒരു പദ്ധതി നടത്തുവാൻ ഇന്ത്യ സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പിന് കൊടുക്കുകയും നല്ല രീതിയിൽ പണി പുരോഗമിച്ചു വരികയും ചെയ്ത് ഈ പദ്ധതി അടുത്ത വർഷം തന്നെ മേയില് ഉദ്ഘാടനം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അഹമ്മദ് ദേവർ കോവിൽ അവർ പറയുകയും എല്ലാ മാസവും ഇവിടെ വന്ന് പദ്ധതി പ്രദേശത്ത് വന്ന് ഇവിടുത്തെ വർക്ക് വിലയിരുത്തി അദാനി ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് സമയബന്ധിതമായി ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കൂടെ നിന്ന് നടത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇന്ത്യയിലുള്ള മഹാരാജ്യത്തുള്ള ആൾക്കാർക്ക്, കേരളത്തിലുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ജനസമൂഹത്തിന് വലിയ മുതൽ കൂട്ടാവുന്നുള്ള ഒരു പദ്ധതി ഇപ്പോ പകുതിയെങ്കിൽ പകുതി ആയ സ്ഥിതിക്ക് നിർത്തിവെക്കണമെന്ന് വെച്ചാൽ ഏതൊരു സർക്കാരും ഏതൊരു ജനസമൂഹവും അംഗീകരിക്കുന്ന കാര്യവുമില്ല. അപ്പൊ അന്ന് ഈ പദ്ധതി വരണമെന്ന് വിചാരിച്ച് സമരം ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും മുൻപന്തിയിലുള്ള സുരേഷ് ഗോപി മുതലുള്ള BJPയുടെ ആൾക്കാർ, കോൺഗ്രസിന്റെ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ എല്ലാവരും ഈ പദ്ധതിയെ നെഞ്ചിലേറ്റി വരണമെന്ന് ആഗ്രഹിച്ച് സമരം നടത്തിയ ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പദ്ധതിക്കെതിരായിട്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും കഴിഞ്ഞ 106 ദിവസമായി അവിടെ സമരം നടത്തുകയും ചെയ്യുമ്പോൾ ഇന്ത്യയോടുള്ള ആ സ്നേഹം, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു കുതിപ്പ്, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി തന്നെ തൊഴിലില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സഫർ, ഇടപെട്ട് ഒരു കാര്യം ചോദിക്കും, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ വിഴിഞ്ഞം സമരം 100 ദിനമായിട്ടുള്ള ഈ വിഴിഞ്ഞം സമരം ആരംഭിച്ചിട്ട് 100 ദിനം പ്രത്യക്ഷ സമരം, ഈ ജൂലൈ 20 പ്രത്യക്ഷ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുന്നു. പിന്നീട്
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വിഴിഞ്ഞം തുറമുഖ കവാടം സ്ഥിതി ചെയ്യുന്ന മുല്ലൂരിൽ ഈ ഒരു പ്രത്യക്ഷ സമരം, അതായത് തുറമുഖം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തുന്നത്. ഈ 100 ദിനത്തിലെ ഈ സമരം മൂലമാണോ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ചത്? അല്ലെങ്കിൽ നമുക്കറിയാം 2019 ഈ കരാർ അനുസരിച്ച് 2019 ഡിസംബർ 3-ാം തീയതി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകേണ്ടതാണ്. അന്നൊന്നും ഈ തുറമുഖ ഉപരോധവുമായി വിഴിഞ്ഞ സമരസമിതിയോ അല്ലെങ്കിൽ തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരോ ഒന്നും വന്നിട്ടില്ല. ഈ 100 ദിനത്തിലെ സമരം മൂലമാണോ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു തുറമുഖ പദ്ധതിക്ക് ഒരു വിഘാതം സൃഷ്ടിക്കപ്പെട്ടത്? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ആഗോള തലത്തിൽ വന്ന ഒരു ഇത് നമ്മളെ കൊറോണ എന്ന് പറഞ്ഞ വലിയൊരു ദുരന്തം, ആ ദുരന്ത സമയത്ത് ലോകം മുഴുവനും നിശ്ചലമായി. അപ്പൊ തന്നെ നമ്മുടെ പദ്ധതി പ്രദേശവും നിശ്ചലമായി. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ 1.5 വർഷത്തോളം ഓക്കി പോലുള്ള ദുരന്തം കാരണം വെള്ളപ്പൊക്കവും എല്ലാമായി അങ്ങനെ 1 വർഷം നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ 3 വർഷം അങ്ങനെ പോയി. അതൊക്കെ ഒരു ദിവസവും നമ്മൾ ഇന്നത്തെ ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ, കണക്കുകൾ പറയുന്നത് ഒരു ദിവസം തന്നെ ഏറെക്കുറെ 1 കോടി രൂപയിലധികം, എത്രയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല, എന്നാൽ പോലും ഒരു പഠന കണക്ക് വെച്ച് 1 കോടി രൂപയിലധികം നഷ്ടത്തിൽ ലഭിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ഈ പദ്ധതി വരാമെങ്കിൽ അത്രയും നമ്മൾ ഈ രൂപ കേരളത്തിന് ലാഭമാണ്, ഇന്ത്യക്ക് ലാഭമാണ്, നീതി കൊടുക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതൊരു മുതൽക്കൂട്ടാവും. അപ്പൊ പ്രകൃതി ദുരന്തം മൂലം വന്ന കാലങ്ങൾ അത് ദൈവത്തിന്റെ ഹിതമാണ്, അങ്ങനെ പോയി. അതെല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും അങ്ങനെ നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോ ഈ 100 ദിവസം കൊണ്ട് അപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, നമുക്ക് ഈ വരുന്ന മേയില് നമ്മുടെ പദ്ധതി യാഥാർത്ഥ്യമാക്കണം, ആദ്യത്തെ ഷിപ്പ് കരയ്ക്ക് അടുപ്പിക്കണമെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ അതിനെതിരായിട്ട് ഒരു വിഭാഗം സമരം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? നമ്മളെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒന്നിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാം നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ ഉള്ള ആൾക്കാരുടെ വിഷമങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ അവർക്കറിയാം, അച്ഛന്മാർക്കറിയാം. അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാത്ത ഒരുപാട് നാളുകളുണ്ടായി. അവരുടെ വീടുകളെല്ലാം കടലെടുത്ത് പോയി. അവർക്ക് ഇപ്പൊ തന്നെ 5 വർഷമായിട്ട് അവര് ഗോഡൌണിൽ കിടന്ന് ഉറങ്ങുന്നു. എല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതെല്ലാം ഗവൺമെന്റ് അടുത്ത് പറഞ്ഞ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പരിഹാരം ആകുന്നില്ലല്ലോ ശ്രീ സഫറുള്ള ഖാൻ. എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഗവൺമെന്റ് 6 കാര്യങ്ങൾക്ക് ജിഒ ആയി എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് മുട്ടത്തറയുടെ സ്ഥലം എടുത്തിട്ടുണ്ട്. അതിന്റെ പദ്ധതി വളരെ താമസിയാതെ ജോലി തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 5500 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കെല്ലാം കൊടുത്തു കൃത്യമായിട്ട്. ഇപ്പോ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കി കുറച്ചു പേർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട മൈക്കൽ തോമസ് അച്ഛനടുത്ത് പറയാം, അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം. ഞങ്ങൾ മുല്ലൂർ പ്രദേശ കൂട്ടായ്മ, ഇവിടെ പ്രാദേശിക കൂട്ടായ്മ, ഞങ്ങളും ഒരുമിച്ച് നിന്ന് ഇവിടെപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികള്, ഇവിടുത്തെ ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ അറിയുന്ന ആൾക്കാരാണെല്ലാം. അവരുടെ ദുരന്തങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഈ അച്ഛനെ പോലെ തന്നെ എനിക്കും നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പക്ഷം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുകയും വേണം. അതേസമയം കരഭാഗത്ത് ഹിന്ദുക്കള്, ചിപ്പിത്തൊഴിലാളികളുണ്ട്, ലോഫ്റ്റർ തൊഴിലാളികളുണ്ട്, ഈ ടൂറിസ്റ്റ് മേഖലയിൽ പണിയെടുത്ത ആൾക്കാരുണ്ട്, ഹോട്ടൽ ജോലിക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു. അവരെല്ലാം ഇതേപോലെ കഷ്ടപ്പെടുന്നവരാണ്. അവർക്കും ആനുകൂല്യം കിട്ടണം. മുസ്ലിം സഹോദരങ്ങൾ ഇപ്പുറത്തുണ്ട്. ഈ പറയുമ്പോൾ വിഴിഞ്ഞത്ത് തന്നെ ഒരു വലിയൊരു വിഭാഗം മുസ്ലിം ഉണ്ട്. ഇത് പെരുമാതുറ വരെ, വർക്കല വരെ നീണ്ടു കിടക്കുന്നതാണ്. അവർക്കും അർഹമായ പ്രാതിനിധ്യം വേണം, അർഹമായ നഷ്ടപരിഹാരം അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. തീർച്ചയായും ഒരുമിച്ച് നിൽക്കണം. തീർച്ചയായും ഇതൊരു മതത്തിന്റെ ഒരു വിഷയമല്ല, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഒരു വിഷയമാണ്. അതിൽ ക്രൈസ്തവരുണ്ട്, മുസൽമാന്മാരുണ്ട്, ഒപ്പം തന്നെ ഹൈന്ദവരുണ്ട്. പക്ഷേ ഒരു സംശയം ശ്രീ സഫറുള്ള ഖാൻ, ഒപ്പം ഈ വലിയതുറ ഗോഡൌണുകളിൽ വർഷങ്ങളായി വളരെ മനുഷ്യവാസ യോഗ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന ഒരുപറ്റം കുടുംബങ്ങളുണ്ട്. ഈ വിഴിഞ്ഞം സമരം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗവൺമെന്റ് എന്തെങ്കിലും ഒരു അവരവിടെ ഉണ്ട് എന്നൊരു തോന്നൽ പോലും ഒരു ഗവൺമെന്റിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുതന്നെ ഈ ഒരു സമരത്തിന്റെ ഒരു പ്രസക്തി, അവർ നാളുകളായി എത്രമാത്രം ദുരിതങ്ങളിലൂടെയാണ് ആ കടലിന്റെ മക്കൾ, മത്സ്യബന്ധന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഗോഡൌണുകളിലൊക്കെ താമസിക്കുന്നവർ കടന്നു പോകുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ അത്? സാർ, അന്ന് ഈ തുടക്കകാലം മുതലേ ഇതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമായിരുന്നു. ഈ ബഹുമാനപ്പെട്ട അതിരൂപത
അന്നു മുതൽ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇത് അവകാശങ്ങളെ നേടിയെടുക്കാമായിരുന്നു. അന്ന് വരെ പറയാതെ ഇതിനെക്കുറിച്ച് അവർ മൗനം പാലിച്ചു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഇനിയും നമുക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നമുക്ക് പോകാം, സംസാരിക്കാം. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സമയബന്ധിതമായി അവർക്ക് വീട് വെച്ച് കൊടുക്കണം. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് 500 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാ കൊടുക്കാം. അത് പോരാ, അതൊരു വാസയോഗ്യം 500 സ്ക്വയർ ഫീറ്റ് കൊണ്ടൊരു വാസയോഗ്യമായ ഒരു സ്പേസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള, കുറച്ചുകൂടെ കഴിഞ്ഞ ഗവൺമെന്റ് എത്രയോ 480 കോടി രൂപയോളം മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ആ ഫണ്ട് ഉള്ളിടത്തോളം കാലം നമുക്ക് അതിനുവേണ്ടി ഗവൺമെന്റ് അടുത്ത് ശക്തമായി നമുക്ക് പ്രവർത്തിക്കാം. അതിനുവേണ്ടി ഈ പ്രാദേശിക കൂട്ടായ്മ ഞങ്ങളും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. ഈ സാധുക്കളായ ആൾക്കാരെ, ഈ കടലിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പുനരധിവാസത്തിന് വേണ്ടി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവർക്ക് തൊഴിൽ കൊടുക്കണം, മണ്ണെണ്ണ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല സർ, ഞങ്ങളൊരു തീരദേശ ജമാഅത്ത് കൗൺസിൽ ഞങ്ങൾക്ക് ഉണ്ടായി ഈ അടുത്ത കാലത്ത്. അന്ന് ഈ ബഹുമാനപ്പെട്ട തിരുമേനിമാരെ ചർച്ചയ്ക്ക് ഉപസമിതി വിളിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നേ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്ത്രിമാർ ചോദിച്ചു, നിങ്ങൾക്ക് പോർട്ട് വേണമോ വേണ്ടയോ? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോർട്ട് വേണം. സെയിം ടൈം ഞങ്ങളെ വിഴിഞ്ഞത്തുള്ള എല്ലാ സഹോദരങ്ങൾക്കും, അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് വേർതിരിവില്ലാതെ എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കുകയും അവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോഴും ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ ഇന്നും പറയുന്നു, അന്നും പറയുന്നു, ഞങ്ങളെ വിഴിഞ്ഞത്തെ സഹോദരങ്ങളെ എല്ലാം, ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവർക്കും ഇത് മുഖാന്തരം നഷ്ടഘട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ജനകീയ സമിതിയുടെയും ആഗ്രഹവും ആവശ്യവും. ഒരു കാര്യം കൂടി, അങ്ങ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിലൂടെ 316 കുടുംബങ്ങളെ 2008 മാർച്ച് 2008 ആ കാലഘട്ടത്തിലാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇതുവരെ പലർക്കും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വാടക, ചിലർക്ക് ഈ ടെർമിനലിൽ ജോലി, ഒപ്പം തന്നെ വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ കേവലം 316 കുടുംബങ്ങളിൽ 40 കുടുംബങ്ങൾക്ക് മാത്രമാണ് പുനരധിവാസ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കാൻ സാധിച്ചത്, അതും ചതുപ്പ് നിറഞ്ഞ ഭൂമിയിൽ. ഇത്തരം ദുരവസ്ഥകളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വിഴിഞ്ഞം സമരസമിതി ഇത്ര ശക്തമായി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ സഫറുള്ള, അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഞാൻ ശ്രീ പാട്രിക്കിലേക്ക് ഒന്ന് പോവുകയാണ്. നേരത്തെ ശ്രീ സഫറുള്ള ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾക്ക് അങ്ങയോട് ഞാൻ വ്യക്തത ചോദിക്കുകയാണ്. ഒന്ന്, 2015 അല്ലെങ്കിൽ ആ തുറമുഖ നിർമ്മാണം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ സമരം ചെയ്തിരുന്നുവെങ്കിൽ, കുറെ കൂടി നേരത്തെ സമരം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു ശക്തമായ സമരമുഖത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം സമരസമിതി സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് 7 ആവശ്യങ്ങളാണ്. അതിൽ 6 ആവശ്യങ്ങളിലും ജിയോ ഇറങ്ങിക്കഴിഞ്ഞു എന്നൊരു കാര്യം ശ്രീ സഫറുള്ള ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കാര്യങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി ശ്രീ പാട്രിക്. ആദ്യമേ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സമരം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് ഏതൊരു സമരമായിരുന്നു. കാര്യങ്ങൾ സർക്കാർ പറയുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് സമയം നമ്മൾ നോക്കും. ആ സമയം നോക്കി നമ്മൾ അവരുടെ പുറകിൽ നടക്കുകയും ഒക്കെ ചെയ്തു. അതായത് ഞാൻ പറയാം, 4-5 വർഷമായി ഈ ഗോഡൌണിൽ കഴിയുന്നവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി നിരന്തരം ഞങ്ങളുടെ ബിഷപ്പുമാരും വൈദികരും അൽമായരും ഒന്നടങ്കം മന്ത്രിമാരെ കാണുകയും അവിടെയുള്ള സ്ഥലം MLA കാണുകയും ഉദ്യോഗസ്ഥരെ കാണുകയും ഒക്കെ ചെയ്തു. 4.5 വർഷത്തോളം നരകയാതന അനുഭവിക്കുന്ന തരത്തിൽ സിമന്റ് ഗോഡൌണുകളിൽ പാർക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ. എന്നിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്തിനായിട്ട് ഇറങ്ങുന്നത്? സമരത്തിനായിട്ട് ഇറങ്ങുന്നത്. ആ സമരത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന 7 ആവശ്യങ്ങളിൽ ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇത് എന്ത് കാരണമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് സുതാര്യമായ ഒരു പഠനം നടത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് താൽക്കാലികമായി ഈ വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ളവരുമായി ഒരുമിച്ച് ഒരു സുതാര്യ പഠനം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്.
അപ്പോൾ ശ്രീ സർക്കാർ പാട്രിക്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. പലപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് പലരും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞം സമരസമിതി അല്ലെങ്കിൽ തിരുവനന്തപുരം അതിരൂപത വിഴിഞ്ഞം പോർട്ടിന് എതിരാണ്. അതായത് വിഴിഞ്ഞം സമരസമിതിയുടെ നിലപാട് താൽക്കാലികമായെങ്കിലും ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം, അതായത് പ്രദേശവാസികളെ മത്സ്യത്തൊഴിലാളികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നത് വരെ താൽക്കാലികമായി ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക, അല്ലെ? അതാണ് നിലപാട്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഒരിക്കലും ഈ തുറമുഖം എന്നേക്കും വേണ്ടെന്നോ വികസനം വേണ്ടെന്നോ ഒന്നും ഇതുവരെ അതിരൂപത പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഈ തുറമുഖ നിർമ്മാണം കാരണമാണ് ഞങ്ങളുടെ തുറമുഖത്തിന്റെ വടക്കുവശത്തുള്ള തീരങ്ങൾ, തൊഴിലുകൾ, ഞങ്ങളുടെ ഭവനങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പഠനത്തിലൂടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നത് എന്ന്, ഇത് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പഠനം ആവശ്യമാണ്. ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു ഈ രീതിയിൽ മാറ്റിയത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പഠനം നടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു, 100% ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ തീരം പോകുന്നതും ഞങ്ങളുടെ കുടിലുകൾ പോകുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനങ്ങൾ പോകുന്നതും ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടമാകുന്നതും എല്ലാം ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാണ്. പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു വലിയൊരു ഉദാഹരണം പറയാം. ഇതിന്റെ പഠനം സർക്കാരിന് വേണ്ടി അതല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് NIOT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഏജൻസിയാണ് ഇതിന്റെ പഠനം നടത്തുന്നത്. അവർ നേരത്തെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ആ പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും വെളിയിൽ വിട്ടിട്ടില്ല. അത് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഈ ഞങ്ങൾ സമരം തുടങ്ങുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഠന റിപ്പോർട്ട് അവസാനമായി വിട്ടു. അതിൽ ഒരു സെന്റൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: വിഴിഞ്ഞം തുറമുഖം കാരണമാവാം ഈ തീരവും ഭവനങ്ങളും നഷ്ടപ്പെടുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ഇത് NIOT നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം വേറെ ഒരു ടീമാണിത് പിന്നെ പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഇതിനൊക്കെ കാരണമാകുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ NIOT പറയും ഞങ്ങൾ അവസാനത്തെ പഠനത്തിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായി. ശ്രീ പാട്രിക്, ഈ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സർക്കാർ ഒരു പഠന സമിതിയെ വെച്ചിട്ടുണ്ടല്ലോ. ശ്രീ MD കുടയിൽ ചെയർമാനായി, പിന്നെ മെമ്പർമാർ ഡോക്ടർ റിജി ജോൺ, ഒപ്പം തന്നെ ഡോക്ടർ തേജൽ കനിത്കർ, അങ്ങനെ വളരെ ഈ മേഖലയിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു പഠന സമിതിയെ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട് പ്രാദേശിക ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കും. അതായത് റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന് മുമ്പ് സമിതി പ്രാദേശിക ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പ്രാദേശിക അല്ലെങ്കിൽ ഈ ഒരു പഠന സമിതി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ ഈ ഒരു 3 മാസം എടുത്ത് പഠിച്ച് കൊണ്ടുവരുന്ന ഈ ഒരു പഠന റിപ്പോർട്ടിനെ നിങ്ങൾ അംഗീകരിക്കുമോ? വിഴിഞ്ഞം സമരസമിതി അംഗീകരിക്കുമോ? അതിൽ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. കാരണം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. സർക്കാർ ഇപ്പോഴും ഞങ്ങളോട് ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ നിർത്തിവെക്കുന്ന ആവശ്യം മാറ്റിവെച്ചുകൊണ്ട് സമരം നിർത്താമെന്ന് പറയാൽ മറ്റാറ് ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാമെന്നാണ് പറയുന്നത്. വാക്കാലെ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നതല്ല. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ ഭവനങ്ങൾ പോകുമ്പോൾ, ഞങ്ങളുടെ തീരങ്ങൾ പോകുമ്പോൾ, ഞങ്ങൾ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാരിന് മുന്നിൽ വന്നു നിൽക്കാനോ ഞങ്ങളുടെ സഹോദരങ്ങളെ റോഡിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അതല്ലെങ്കിൽ ഗോഡൌണുകളിൽ അഭയം പ്രാപിക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം വേണം. ആ പരിഹാരം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്ത് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിഹാരം കാണണമെങ്കിൽ ആ പരിഹാരത്തിന് എന്താണ് നമ്മൾ ഇതിന് ബുദ്ധിമുട്ടായി നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാം. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ ആളുകളെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തുക എന്നാണ്. സർക്കാർ പക്ഷേ ഏകപക്ഷീയമായി അവരുടെ 4 ആളുകളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ചർച്ച നടക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ചർച്ച എവിടെയാണ് നടക്കേണ്ടത്? ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും. ഞങ്ങൾ എന്തായാലും 4 പേര് ഞങ്ങളെ ഇതാക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്നോ 2-3 പേര് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തൂ. ഞങ്ങൾ എന്തായാലും ഈ പഠനത്തിന് തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഈ പഠനത്തിന് ഏകപക്ഷീയമായി ഞങ്ങൾ വേറൊരു വശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നില്ല.
അവരുടെ ആളുകളും അവരുടെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങളുടെയും വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ വെക്കാമെന്ന് പറയുന്നത്. അതിനോടൊപ്പം ഈ ആളുകളെ കൂട്ടിച്ചേർത്ത് എന്തുകൊണ്ട് സർക്കാരിന് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല? സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. ഒരു വലിയൊരു പദ്ധതി വരും, ആ പദ്ധതി മാത്രമാണോ സർക്കാരിന്റെ ലക്ഷ്യം? അവിടെ ജീവിക്കുന്ന ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ എപ്പോഴും നഷ്ടത്തിലും നാശത്തിലും അതല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്തു പോകുന്നു. ഒരു സിറ്റിസൺ സിനിമയില് ഒരു അത്തിപ്പെട്ടി ഗ്രാമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്നേക്കുമായി ഇല്ലാതായി പോകുന്നു. ഞങ്ങൾ അങ്ങനെയാണ് ഭയപ്പെടുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ തീരദേശങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുന്നു. ഞങ്ങളുടെ തീരദേശവാസികൾ, ഞങ്ങൾ മത്സ്യ തൊഴിലാളികളായ സമൂഹം എന്നേക്കുമായി ഒരു ഭാഗത്ത് ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വിഷമമായി ഞങ്ങൾ കാണുന്നത്. ആ വിഷമമാണ് ഞങ്ങൾ സർക്കാരിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ സർക്കാർ അത് ഏകപക്ഷീയമായി ഒരു ടീമിനെ അവരെ നിയോഗിക്കുകയും പിന്നെ പഠനത്തിന് വേണ്ടി പറയുകയും ചെയ്യുന്നു. പക്ഷെ അത് സുതാര്യമായിരിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇനി അവിടെയുള്ള ആളുകളെ കാണുന്നു എന്ന് പറയും. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? സർക്കാരും സർക്കാരിന്റെ പാർട്ടിയും ഞങ്ങളുടെ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ലഘുലേഖകളുമായി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി മത്സ്യത്തൊഴിലാളികൾക്ക് കേരളമൊട്ടാകെ ചെയ്ത കാര്യങ്ങൾ എന്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ലഘുലേഖ എടുത്ത് നമ്മൾ വായിച്ചുകൊണ്ട് അത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്തില്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾ പക്ഷെ അതിനല്ല നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റ് ഈ 6 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജിയോ ഇറക്കിയതായി താങ്കൾക്ക് അറിവുണ്ടോ? ജിയോ ഇറക്കി എന്ന് പറയുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാധാരണ രീതിയിൽ നമ്മളൊരു ചർച്ച നടക്കുമ്പോൾ ഈ ജിയോ ഇറക്കുന്നു എന്ന് പറയും. നമ്മൾ ചർച്ച നടക്കുകയല്ലേ, 4 ചർച്ചകൾ നടന്നില്ല. അവസാനത്തെ ചർച്ചയിൽ ഈ പറയുന്ന ഉപസമിതിയിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള 5 മന്ത്രിമാരും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ചർച്ച അവിടെയല്ലേ നടക്കേണ്ടത്? അത് കഴിഞ്ഞിട്ട് വിളിച്ച് ഞങ്ങളോടല്ലേ പറയേണ്ടത്? ഞങ്ങളോട് ചർച്ച ഇല്ല എന്ന തരത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൂചന മന്ത്രി ഇന്നലെ നൽകുകയുണ്ടായി. ഇത് ഞാനൊരു കാര്യം പറയാം. അതായത് ഈ സമരം അവരെങ്ങനെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഈ കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി ഇതിലൊരു സൂചന കൂടി തരാം. നമ്മുടെ പ്രിയപ്പെട്ട സഫറുള്ള ഖാൻ, അദ്ദേഹം ഈ അടുത്തിടെ അവരൊരു ജമാഅത്ത് കൗൺസിൽ, തീരദേശ ജമാഅത്ത് കൗൺസിൽ, അങ്ങനെയല്ലേ സഫറുള്ള ജമാഅത്ത് കൗൺസിൽ ഇതാക്കി. അവർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കാണുന്നു. അതെന്ത് ഉദ്ദേശത്തിലാണ് കണ്ടതെന്നും ആരാണ് ഇവരെ കൊണ്ടുവന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവർ പറയുന്ന ജനകീയ സമിതിയില് ആ ജനകീയ സമിതിയെ മുന്നോട്ട് കൊണ്ടുവന്ന ആരാ? വെങ്ങാനൂർ ഗോപൻ എന്ന് പറയുന്നൊരു ആളാണ്. വെങ്ങാനൂർ ഗോപനെ നിങ്ങൾ കൃത്യമായി വ്യക്തിപരമായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അയാളെ മനസ്സിലാക്കണം. അയാൾ ഈ തീരപ്രദേശത്തുള്ള ആളാണ്. അയാൾ വെങ്ങാനൂരുള്ള ആളാണ്. അയാൾ ഞാൻ മനസ്സിലാക്കിയത് വിദേശത്തായിരുന്ന ആളാണ്. അയാൾ വിദേശത്ത് നിന്ന് വന്നിട്ട് ചിപ്പി തൊഴിലാളി എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന പിന്നെ നഷ്ടപരിഹാരം എന്നുള്ള 12.5 ലക്ഷം രൂപ കൈപ്പറ്റിയ ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ വെങ്ങാനൂർ ഗോപൻ വർഗീയത പറഞ്ഞാണ് ഞങ്ങളുടെ വൈദികരെയൊക്കെ വളരെയധികം അധിക്ഷേപിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരെ അധിക്ഷേപിക്കും. ഞങ്ങളെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ വൈദികർ അവിടെ സമരത്തിനായി വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ വൈദികരിലെ ഭൂരിപക്ഷം ആളുകളും മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ്. അവരെല്ലാവരും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജീവിച്ചവരാണ്. അവരെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവർ ലോഹ ഇട്ടത് കൊണ്ട് മാത്രം അവർ മാറി നിൽക്കേണ്ടതായിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ തീരങ്ങൾ, ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് എവിടെയാണ്? ഞങ്ങളുടെ പള്ളികളിലേക്കാണ്, ഞങ്ങളുടെ മേടയിലേക്കാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിഷപ്പ് ഹൗസിലേക്കാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ അഭയം എന്ന് പറയുന്നത് സർക്കാരല്ല. ഞങ്ങളുടെ ആദ്യത്തെ അഭയം എന്ന് പറയുന്നത് ഞങ്ങളുടെ വൈദികർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈദികർ ഞങ്ങളുടെ കൂടെ നിൽക്കും. 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. വൈദികർ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബവും അവരുടെ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വൈദികരായി മാറിയവരാണ്. അവർ ദൈവത്തിന്റെ പ്രതിനിധികളായി നിൽക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ആ വലിയൊരു വിശ്വാസം തന്നെയാണ് ഇന്ന് അവർ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നിൽക്കുമ്പോൾ ആ വൈദികരെയാണ് വെങ്ങാനൂർ ഗോപനൊക്കെ കടന്നാക്രമിക്കുന്നത്. ഞങ്ങളുടെ വൈദികർ അവിടെ വന്ന് ആരെങ്കിലും അധിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ സമയ പരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീ പാട്രിക്. നമുക്ക് ചർച്ചയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഫാദർ മൈക്കിൾ, ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന തീരശോഷണം
അതാണ് തിരുവനന്തപുരത്തിന്റെ തെക്കൻ തീര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി വിഴിഞ്ഞം സമരസമിതിയും തിരുവനന്തപുരം അതിരൂപതയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി മറുസൈഡിൽ പറയുന്നു, ഈ സംഭവിക്കുന്ന തീരശോഷണം അത് കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് സംഭവിക്കുന്നത്. അത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമല്ല ഇത്തരത്തിലുള്ള തീരശോഷണം സംഭവിക്കുന്നത് എന്ന ഒരു സ്റ്റാൻഡിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഭരണകൂടം. ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്നതിന്റെ തെക്ക് ഭാഗത്ത് തീരപോഷണവും വടക്ക് ഭാഗത്ത് ശോഷണവും സംഭവിക്കുന്നു. അത് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമാണ് എന്ന് എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കും ഫാദർ മൈക്കിൾ? ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രതികരിക്കുന്നതിന് മുൻപ് ഞാൻ ആദ്യമേ തന്നെ വളരെ ആദരവോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സഫറുള്ള ഖാൻ ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞാൻ പല ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ജനകീയ സംരക്ഷണ അല്ലെങ്കിൽ പ്രാദേശിക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്നുള്ള പ്രതിനിധികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ശ്രീമൻ സഫറുള്ള ഖാനിൽ കണ്ട ഒരു പ്രത്യേകത സവിശേഷം ഞാൻ അത് പറഞ്ഞു തന്നെ പോവുകയാണ്, ഞാൻ അക്നോളജ് ചെയ്ത് തന്നെ പോവുകയാണ്. വളരെ തുറവിയോടുകൂടി സഭ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഹൃദ്യത തോന്നിയത് ഈ തീരദേശവാസികളുടെ പ്രയാസങ്ങളാണെന്ന് പറയുവാനുള്ള ഒരു മനസ്സാന്നിധ്യങ്ങൾ അദ്ദേഹം കാണിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല ചാനലുകളിൽ ഞാൻ തന്നെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ സത്യം പോലും എന്താണെന്ന് കണികയെന്ന് അറിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു അപ്രീസിയേഷൻ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഫറുള്ള ഖാൻ പറഞ്ഞ ചില വസ്തുതകളിൽ കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ നൽകുകയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ ഇപ്പോഴല്ല സമരത്തിനിറങ്ങി പുറപ്പെട്ടത്. 2015 നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഒരു തിരുത്ത് ജോർജ് തോമസ് അല്ല, ഫാദർ ജോർജ് ഗോമസ്. അന്ന് അദ്ദേഹം വിഴിഞ്ഞം വികാരിയായിരുന്നു. അന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഈ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത്. എന്നാൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ മറ്റുള്ള എല്ലാ ഇടവുകളിലെയും മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രോജക്റ്റ് വേണ്ട, ഇത് അപകടം ചെയ്യും, ഞങ്ങൾക്ക് വിനാശമുണ്ടാക്കും എന്ന് പറഞ്ഞ സമരത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വൈദികൻ കൂടെയാണ് ഞാൻ. രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട സഫറുള്ള ഖാൻ സൂചിപ്പിച്ചതുപോലെ പബ്ലിക് ഹിയറിംഗ്, നിങ്ങൾക്കറിയാം പബ്ലിക് ഹിയറിംഗ് നടന്ന രീതി എങ്ങനെയാണെന്ന്. വളരെയേറെ ഏകപക്ഷീയമായിട്ട് ഈ പ്രോജക്റ്റിനെതിരെ, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ അപകടങ്ങളെ കുറിച്ച് ശബ്ദിക്കുവാണെങ്കിൽ ഒരു സ്വരം ബദൽ സ്വരമായിട്ട് പറഞ്ഞവരെയൊക്കെ മാൻ ഹാൻഡിൽ ചെയ്ത് ശാരീരികമായിട്ട് ആക്രമിക്കപ്പെട്ട സന്ദർഭങ്ങൾ വളരെ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പബ്ലിക് ഹിയറിംഗ് നടന്ന രീതിയും അതിലൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ തന്നെ പറയൂ. 2013 അനുവാദം കിട്ടിയെന്ന്, അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. 2013 അനുവാദം കിട്ടിയിട്ടില്ല. 2 പ്രാവശ്യം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിനുള്ള അനുവാദം നിഷേധിച്ചു. 2015 സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് വന്നു. ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനങ്ങൾ തൽക്കാലം വന്ന് ഇതിൽ ഇടപെടുന്ന നിർത്തിവെക്കാനായിട്ട്. ആ സമയത്തിനുള്ളിലാണ് ഈ അനുവാദം രമേശ് പണിക്കർ നമ്മുടെ അന്നത്തെ യു പി എ സർക്കാരിന്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ പോലും മാറ്റിക്കൊണ്ട് ഒരു കുറുക്കു വഴിയിലൂടെയാണ് ഈ അനുവാദം പോലും വാങ്ങിയെടുത്തത്. പ്രത്യേകിച്ച് അന്ന് കേരളത്തിലുണ്ടായിരുന്ന UDF സർക്കാർ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭ ആ അനുവാദം നേടിയെടുത്ത് എങ്ങനെയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, സമരം ഇതിനോടുള്ള പ്രതിഷേധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2015 മുതലേ ഞങ്ങൾ ശക്തമായിട്ട് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് അക്കമിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നെടുത്തൊരു സമീപനം എന്ന് പറയുന്നത് ഞങ്ങൾ ഊഹം പറയുന്നു എന്ന് പറഞ്ഞിട്ട് വികസന വിരോധികളാണെന്ന് ഞങ്ങൾ മുദ്രകുത്തി, പൊതുസമൂഹവും മാധ്യമങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ആ വസ്തുതകൾ പറയുമ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ 2015 പറഞ്ഞിട്ടുള്ള വസ്തുതകളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, നിങ്ങൾ തന്നെ പറഞ്ഞു സർക്കാർ 6 കാര്യങ്ങളിൽ ജിയോ പുറപ്പെടുവിച്ചുവെന്ന്. പച്ചക്കള്ളമാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ മന്ത്രിതല ഉപസമിതിയുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്ന സമരസമിതിയുടെ പ്രതിനിധികൾ ഒരാളാണ് ഞാൻ വ്യക്തമായിട്ട് നടന്നിട്ടുള്ള എല്ലാ ചർച്ചയിലും പങ്കെടുത്തുള്ള ഒരു വൈദികനാണ്. അവിടെ ഞാൻ ഇതിനു മുൻപ് ചില ചാനൽ ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്റർ, അദ്ദേഹം വകുപ്പ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നൽകപ്പെട്ട ആളാണ്, അബ്ദുറഹ്മാൻ.
അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ ചർച്ച തുടങ്ങുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് ചർച്ച ഏകപക്ഷീയമായിട്ട് പോകുന്നൊരവസ്ഥ. ഈ പറയുന്ന കാര്യങ്ങളില് 3 കാര്യങ്ങളിലാണ് സർക്കാർ ഇപ്പോ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ജിയോ വ്യക്തമായിട്ട് നേരത്തെ ശ്രീമാൻ പാട്രിക് മൈക്കിൾ പറഞ്ഞതുപോലെ ഒരു ചർച്ചയിലായിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സഫർലഖാനും അറിയാം, ഒരു ചർച്ചയിലായിരിക്കുമ്പോൾ സമരത്തിലായിരിക്കുന്ന ജനത്തെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടായിരിക്കണം ജിയോ പുറപ്പെടുവിക്കേണ്ടത്. അതിനെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. അല്ലാതെ ചർച്ച നടക്കുന്നുവെന്ന് പൊതുജനങ്ങളോട് പറയുകയും ഏകപക്ഷീയമായി ധാർഷ്ട്യത്തിന്റെ ഭാഷയും മനോഭാവവും സ്വീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓണത്തിനു മുൻപ് വർഷങ്ങളായിട്ട്, നിങ്ങൾ തന്നെ പറയുന്നതാണ്, വർഷങ്ങളായിട്ട് നരകയാതന അനുഭവിച്ചുകൊണ്ട് മനുഷ്യോചിതമല്ലാതെ ആ സിമന്റ് ഗോഡൌണുകളിലും സ്കൂൾ വരാത്തതിലും കഴിയുന്ന ആ മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കാം എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. അവർ ചെയ്തു. എന്ത് ചെയ്തു? ഓണത്തിന് 2 ദിവസം മുൻപ് BJT ഹാൾ, അയ്യങ്കാളി ഹാളിനെ വിളിച്ചുകൂട്ടി സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ചുകൊണ്ട് 7 പേർക്ക് ഈ പറയുന്ന 5500 രൂപ കൊടുത്തു. ആ തുക പോലും നിശ്ചയിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. കാരണം ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ അദ്ദേഹത്തിനെയാണ് ഫിഷറീസ് മിനിസ്റ്റർ ചുമതലപ്പെടുത്തുന്നത് വാടക നിശ്ചയിക്കുവാനായിട്ട്. ആ ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കളക്ടറും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വാടക നിശ്ചയിക്കുമ്പോൾ ദയവായിട്ട് മനസ്സിലാക്കേണ്ടത് വലിയതുറ നഗരസഭയുടെ കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഒരു ഗ്രാമത്തിൽ നിശ്ചയിക്കുന്ന വാടകയല്ല അവിടെ നിശ്ചയിക്കേണ്ടത്. 1. രണ്ടാമത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു സത്യം എന്ന് പറയുന്നത്, വസ്തുത എന്ന് പറയുന്നത്, ഇന്ന് വെറുതെ ഒരു വാടക കൊണ്ട് കൊടുത്തതെന്ന് പറയുന്ന ഒരു വീട് നമുക്ക് കിട്ടില്ല. അവിടെ കോഷൻ ഡിപ്പോസിറ്റ്, അതായത് മുൻകൂർ വാടക ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ, പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പരിഗണിക്കും എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കളക്ടറിന്റെ അധ്യക്ഷതയുള്ള സമിതി പഠിച്ചിട്ട് ക്യാബിനറ്റ് ഉപസമിതിയുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സമരസമിതിയുമായി ചർച്ച ചെയ്ത് ഞങ്ങളെ കോൺഫിഡൻസിലെടുത്തിട്ട് ഞങ്ങളെയും കൂടെ ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പോർട്ടായും കൊടുക്കുമെന്ന്. അത് നടന്നില്ല. പകരം ഏകപക്ഷീയമായിട്ട് 5500 രൂപ നിശ്ചയിക്കുകയും മുഖ്യമന്ത്രി അയ്യങ്കാളി ഹാൾ വെച്ച് കൊടുക്കും. അന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികൾ ചിലരുടെ ഒക്കത്താണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരസ്യമായിട്ടാണ് അധിക്ഷേപിച്ചത്. രണ്ടാമതായിട്ട് അപ്പോൾ അന്ന് ആ ദിവസം വൈകുന്നേരം തന്നെ ചർച്ചയുടെ 2ാം ഘട്ടം നടക്കുകയായിരുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും ഫിഷറീസ് മിനിസ്റ്ററിനോടും ഞങ്ങൾ പറഞ്ഞു, സാർ ഈ കാണിച്ചത് അധിക്ഷേപമാണ്, ഞങ്ങൾ ചർച്ചയുടെ ടേംസ് പോലും നിങ്ങൾ വയലേറ്റ് ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട കളക്ടറിന്റെ അധ്യക്ഷതയുള്ള ആ സമിതി വാടകയെ കുറിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളെ കോൺഫിഡൻസിലെടുത്ത് ഞങ്ങളോട് കൂടെ ചോദിച്ചിട്ട് വാടക നിശ്ചയിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകപക്ഷീയമായിട്ട് 5500 നിശ്ചയിച്ചു. ഞങ്ങൾ ചോദിച്ചു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഈ 5500 രൂപ കൊണ്ട് വലിയൊരു ഭാഗത്ത് വീട് വാടകയ്ക്ക് എടുത്തിരാൻ പറ്റുമോ? ഈ രണ്ടാമതൊരു കാര്യം കൂടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 7 പേർക്ക് കൊടുത്തത് 2 പേർക്ക് വീടുണ്ട്, പാർട്ടി പ്രവർത്തകരാണ്, കുത്തിനിറച്ചു കൊണ്ടുവന്നത്. അത് ദുരുപയോഗിക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക്, അതായത് ഫാദർ മൈക്കിൾ, അതായത് ആ സഹായം കൊടുത്തത് ഈ ഗോഡൌണുകളിൽ താമസിക്കുന്നവർക്കല്ല, പാർട്ടി പ്രവർത്തകർക്കാണ്. ആ ഒരു ആരോപണമാണ് അങ്ങ് ഉന്നയിക്കുന്നത് അല്ലെ? കറക്റ്റ്. അത് ഞങ്ങൾ പരസ്യമായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതായത് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ബഹുമാനപ്പെട്ട സഫർലഖാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വർഷമായിട്ട് 5 വർഷത്തിലേറെ ഗോഡൌണിൽ നരകയാതന അനുഭവിച്ചു കഴിയുന്ന ഈ മനുഷ്യർക്ക് ഓണത്തിനു മുൻപ് വാടക കൊടുക്കാം, മാറ്റി പാർപ്പിക്കാം എന്ന് പറഞ്ഞ സർക്കാർ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോ ശരിക്കും സത്യസന്ധമായിട്ട് ഈ മനുഷ്യരോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാർ ഉദ്യോഗം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ അയ്യങ്കാളി ഹാളിലാണോ വിളിച്ചു വരുത്തേണ്ടിയിരുന്നത്? ഇവർ എവിടെ പോകണമായിരുന്നു? ആ കഷ്ടപ്പെട്ടു നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ പന്തൽ കെട്ടിക്കൊടുക്കുവാനും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അവിടെ തന്നെ വ്യക്തമാണ്, ജനങ്ങളെ ഭയക്കുകയല്ലേ. കാരണം ഈ ജനങ്ങൾ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. അതിന് പകരം അവരെന്താ ചെയ്തത്? സർക്കാർ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ചുകൊണ്ട്, അയ്യങ്കാളി ഹാളിനെ കുത്തി നിറച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ, അവിടെ ഗോഡൌണിൽ കഴിയുന്നവർക്കല്ല കൊടുത്തത്, 7 പേർക്ക് കൊടുത്തത്. അതിൽ 2 പേർക്ക് ഭവനമുള്ളവർക്കാണ്. ആ ആക്ഷേപം പരാതി പറഞ്ഞപ്പോഴാണ് മന്ത്രി ഞങ്ങൾക്ക് നൽകിയ മറുപടി, ഇനിയും ഇതുപോലുള്ളത് സംഭവിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയിൽ ചിലപ്പോൾ അനധികൃതർക്ക് പൈസ കിട്ടിയെന്നിരിക്കും, ആനുകൂല്യം കിട്ടിയെന്നിരിക്കും.
ഒരു മന്ത്രിയായ ഞങ്ങളോട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് ജിയോ പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പദ്ധതിയെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും നമ്മുടെ ശ്രീമാൻ പാട്രിക് വൈക്കോ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മന്ത്രി ഉപസമിതി നൽകിയ ഉറപ്പുണ്ടായിരുന്നു നിർത്തിവയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ പ്രദേശത്തുള്ള വിദഗ്ധരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ പഠനം നടത്താം. അങ്ങനെ ഒരു സമിതിയെ ഞങ്ങൾ പ്രഖ്യാപിക്കാം. പക്ഷേ തത്വത്തിൽ എന്താ സംഭവിച്ചത്? ഏകപക്ഷീയമായിട്ട് 4 അംഗ സമിതിയാണ് ഇത് ചെയ്തത്. പ്രദേശവാസികളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിനു മുമ്പും ബഹുമാനപ്പെട്ട സഫർലക്കാൻ പറയുന്ന പോലെ തന്നെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങളുടെ അനന്തര ഫലം, പഠനങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും കേൾക്കാതെ ഈ പ്രദേശത്ത് വന്ന് അവരെ കേൾക്കാതെ എയർ കണ്ടീഷൻ ശീതീകരിച്ച റൂമിൽ ഇരുന്നുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്ന ബൗദ്ധിക തലത്തിലുള്ള ഒരു അഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ കടലിറങ്ങോ, മത്സ്യത്തൊഴിലാളികളെ പരമ്പരാഗതമായ അറിവുകളെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ എന്തിന് സവർണക്കാരന് നന്നായിട്ട് അറിയാം. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് 5 വിലപ്പെട്ട ജീവനാണ് പൊടിയേണ്ടി വന്നത്. അത് എന്ത് പിടിപ്പേട് മൂലമാണ് സംഭവിച്ചത്? അവിടെ ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ പറയുകയാണെങ്കിൽ ആ തുറമുഖ കവാടത്തിന്റെ ആഴം എന്താണെന്ന് ഞാൻ അത് മത്സ്യത്തൊഴിലാളി നിങ്ങളുടെ സാന്നിധ്യത്തിൽ അളന്ന് കാണിച്ചു തരാം. ഇനി മൂന്നാമത് നടന്ന അപ്പോ ഞാൻ പറയുന്നത് രണ്ടാമത് ജിയോ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ കാര്യം പോലും ഏകപക്ഷീയമായിട്ട് 4 അംഗ സമിതി തീരുമാനിക്കുന്നത്. അച്ഛൻ ഞാൻ ഇടപെടുകയാണ്, നമുക്ക് സമയപരിമിതിയായിട്ട് അച്ഛൻ ചുരുങ്ങിയ വാക്കുകൾ ഒന്ന് സൂചിപ്പിക്കാം. പറഞ്ഞോളൂ അച്ഛൻ, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. പിന്നെ മൂന്നാമത് അത് ചെയ്തത് ഈ മുതലപ്പുഴി. അവിടെയും ഞാൻ തന്നെയാണ് ഇടപെട്ട് പറഞ്ഞത്. കാരണം സവർണക്കാൻ അറിയാമെന്നറിയില്ല, ഞാൻ 2 വർഷം വിഴിഞ്ഞം വികാരിയായിട്ടിരുന്ന വൈദികനാണ്. അവിടെ ഈ പറഞ്ഞ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന്റെ അപകട സാധ്യതയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പൂനെയിലെ CWRPS എന്ന് പറയുന്ന ശാസ്ത്ര സമിതിയെ കൊണ്ടുവന്നു. പക്ഷെ അവരും എന്താ ചെയ്തത്? ഒരു ഫിസിക്കൽ മോഡൽ സ്റ്റഡി മാത്രം നടത്തി, ഈ തിരമാലയുടെ ഇമ്പാക്ട്, വേവ് ഇമ്പാക്ട് സ്റ്റഡി. പക്ഷെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം എന്ന് പറയുന്നത് തീരശോഷണത്തെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. അവിടെ തുറമുഖ കവാടത്തിലുണ്ടാകുന്ന മന്ദിട്ട രൂപീകരണത്തെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ടാകുന്ന ഈ ചുഴിയെക്കുറിച്ചും തിരയിളക്കത്തെ കുറിച്ചും പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആവശ്യത്തിന് മുൻഗണന കൊടുത്തുള്ള ഒരു പഠനമല്ല നടത്തിയത്. ആ പഠനത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇനി ചോദിച്ച ചോദ്യത്തിന് മറുപടി വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആഗോള താപനമെന്നും കാലാവസ്ഥാ വ്യതിയാനമെന്നും പറയുന്നത് അവിടെയാണ് ഈ നമ്മുടെ പൊതുവെ ഉപയോഗിക്കുന്ന കേരളത്തിൽ അരിഹാരം കഴിക്കുന്ന ഏത് പൊതുസമൂഹത്തിന് മനസ്സിലാകും ഈ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒരു ഭൂപ്രദേശത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ. പദ്ധതി പ്രദേശത്തിന് വടക്കാണ് തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തെക്ക് ഭാഗത്ത് തീരപോഷണം സംഭവിക്കുന്നു. ഇത് കൃത്യമായിട്ട് നമ്മുടെ മുൻപിൽ 3 വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണം ഇനയം ഹാർബർ, അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം കടലിൽ മനുഷ്യ നിർമ്മാണം നടത്തുമ്പോൾ അതിന്റെ വടക്ക് ഭാഗത്ത്, അതായത് ഇരയിമന്തൂർ മുതൽ നീരോട് വരെയുള്ള കന്യാകുമാരി ജില്ലയിലെ തിരുവനന്തപുരം രൂപതയുടെ ഭാഗമുള്ള 8 മത്സ്യഗ്രാമങ്ങൾ വളരെ ശക്തമായിട്ട് തീരശോഷണം സംഭവിച്ചു. നിരവധി വീടുകൾ പോയി. അതിന്റെ അവരവസാനം പുലി കുത്തിയിട്ടപ്പോഴാണ് നമ്മുടെ അതിർത്തി പ്രദേശമായ പൊഴിയൂരും കൊല്ലംകോടും പരുത്തിയൂരും എന്ന പൊഴിയൂർ ഇന്ന് ആ തീരദേശ ബീച്ച് റോഡ് തന്നെ പോയിരിക്കുകയാണ്. ഒരു ഉദാഹരണം. രണ്ടാമതായിട്ട് ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം നടത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന വടക്ക് പനത്തുറ മുതൽ വേളി വരെ ഇപ്പൊ എത്തി നിൽക്കുകയാണ്, തീരെ പോയിരിക്കുകയാണ്. മൂന്നാമത് നമ്മുടെ കൺമുള്ള ഉദാഹരണം മുതലപ്പൊഴിയിലും ഇതേ യാഥാർത്ഥ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് തെക്ക് ഭാഗത്ത് പെരുമാറ ഭാഗത്ത് തീരം കിട്ടുന്നു, തീരം പോഷിപ്പിടുന്നു. വടക്ക് ഭാഗത്ത് താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി ഈ പ്രദേശത്ത് ഇപ്പൊ അഞ്ചുതെങ്ങ് കോട്ട വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യത്തെ കണ്ണടച്ചുകൊണ്ട് ഇതല്ല എന്ന് പറയുക. ഇനി ഈ സാധാരണ വലിയ PhD ഒന്നും വേണ്ട, ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് കല്ലിട്ട് കഴിഞ്ഞാൽ, ഒരു വലിയൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുകും. അത് പോകാനുള്ള സ്പേസ് അതിപ്പോ നമ്മുടെ അനുഭവത്തിന് വെളിച്ചത്തിൽ പറയുന്നു വടക്കാണ് ഈ പറയുന്ന അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്ക് തീര നിർമ്മാണം. ഒരു കാര്യം കൂടെ ദയവീത് മനസ്സിലാക്കുക, ഇതിന്റെ കൂടെ ചേർത്ത് പറയാനായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറയുമ്പോഴും ഏക്കർ കണക്ക് ഈ കടല് നികത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. ആ നികത്തുന്ന വെള്ളം എവിടെയെങ്കിലും പോകണം. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വടക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പശ്ചിമഘട്ടം, ദുർബലമായിട്ടുള്ള പശ്ചിമഘട്ടം മൊത്തവും തകർത്ത്
ടൺ കണക്കിന് ദശലക്ഷക്കണക്കിന് ടൺ കണക്കിന് പാറകൾ പശ്ചിമഘട്ടം തകർത്തു കൊണ്ടുവന്ന് കടലിലിടുമ്പോൾ അവിടെയും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും. അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് പോലും കാരണമായി തീരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ വലിയൊരു ആശങ്ക ബഹുമാനപ്പെട്ട സഫറുള്ളഖാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഇതൊരു വ്യക്തത നൽകാത്തൊരിത്, തെക്ക് ഭാഗത്ത് അടിമലത്തുറ മുതൽ പൂവാർ പൊഴിയൂർ വരെയുള്ള പ്രദേശത്താണ് ഈ കപ്പൽ ചാല് വരാൻ പോകുന്നത്. കപ്പൽ ചാല് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു വ്യക്തത നൽകാൻ പറ്റുമോ? കപ്പൽ ചാല് എവിടെ വരെ വരും? കപ്പൽ ചാല് വരുന്ന ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം ഇനി എന്തായിരിക്കും അവസ്ഥയെന്ന്. അപ്പോൾ ഒരു അടിസ്ഥാന വർഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നാമാവിശേഷമാക്കിക്കൊണ്ടാണോ വികസന പദ്ധതി എന്ന് പറയുന്ന ഈ പ്രവർത്തനം കൊണ്ടുവരേണ്ടത്? വ്യക്തമാണ്. ആശങ്കയാണത്. വളരെ വളരെ വ്യക്തമായൊരു ആശങ്കയാണ് ഫാദർ മൈക്കിൾ പങ്കുവച്ചത്. ശ്രീ സഫറുള്ള, നമുക്കറിയാം ഒരു പദ്ധതി, ഒരു വികസന പദ്ധതി അത് വരുന്ന ഒരു പ്രദേശം, നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന ആ ഒരു പ്രദേശം, ആ ഒരു പദ്ധതി സ്ഥാപിതമാകുന്നത് ഈ മനുഷ്യവാസ അല്ലാത്ത ഒരു സ്ഥലത്തല്ല. ചുറ്റിലും മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്, ഒട്ടനവധി ആളുകൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. അത്തരം ഒരു പ്രദേശത്ത് ഇത്ര വലിയൊരു വികസന പദ്ധതി ആരംഭിക്കുമ്പോൾ തീർച്ചയായും പ്രദേശവാസികളെ വിശ്വാസത്തിൽ എടുത്തെങ്കിൽ മാത്രമേ ആ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മോട് ഈ സമരസമിതിയുടെ പ്രതിനിധികൾ ഫാദർ മൈക്കിളും ശ്രീ പാട്രിക്കും സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം അതിരൂപത വിഴിഞ്ഞം തുറമുഖത്തിന് എതിരല്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം താൽക്കാലികമായെങ്കിലും ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് കൃത്യമായി അവരുടെ പ്രദേശവാസികളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു പഠനം നടത്തുക, തങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകളെ പറ്റി കൃത്യമായ ഒരു പഠനം നടത്തുക. എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം സർക്കാർ അംഗീകരിക്കാതെ പോകുന്നത്? ഇത്രത്തോളം ദിവസം ഈ ഒരു തുറമുഖ നിർമ്മാണം സ്തംഭിക്കുകയായിരുന്നു. ഈ സർക്കാർ നിയോഗിച്ച പഠന കമ്മീഷന് ഈ ഒരു പഠനത്തിനായി അവർ പറയുന്നത് 3 മാസമാണ്. 100 ദിവസത്തോളമായി ഈ വിഴിഞ്ഞം സമരം ആരംഭിച്ചിട്ട്. ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സൗമ്യമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയില്ലേ ശ്രീ സഫറുള്ളഖാൻ? സർ, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം അതിരൂപത, തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മളെ ഇന്ത്യ മുഴുക്കെയുള്ള അതിരൂപത ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് എന്തിനേറെ നമ്മളെ സ്പേസ് സെന്റർ VSCC, അത് തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനു വേണ്ടിയൊക്കെ അവരുടെ ഒരുപാട് ആരാധനാ കേന്ദ്രം മുതൽ ഒരുപാട് കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അതേപോലെ തന്നെ വികസനത്തിനു വേണ്ടി എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു പോർട്ട്, നമ്മളെ വിഴിഞ്ഞം പോലുള്ള പോർട്ട് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയ മൈലേജ് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. തിരുവനന്തപുരത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ, ഇന്ത്യയുടെ. ഇപ്പോ ഇത്രയും ത്യാഗങ്ങൾ ഒരു പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി സമൂഹം കുറച്ച് യാതനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് വേണ്ടതുമാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. സെയിം ടൈം കരഭാഗത്തുള്ള ആൾക്കാർ ഏറെക്കുറെ എൻ്റെ അറിവിൽ 600ഓളം ഏക്കർ സ്ഥലം ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കൃഷി ചെയ്തിട്ടുണ്ട്, വാഴ കൃഷി, മരിച്ചിനി കൃഷി, നെല്ല് കൃഷി ഇതുപോലെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഗവൺമെന്റ് വിട്ടുകൊടുത്തത് തീർച്ചയായിട്ടും ഇത് കിട്ടി, അതിന്റെ കോമ്പൻസേഷൻ കിട്ടി. അതുമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവർ കൊടുത്തത്. അന്ന് അവർ സമരത്തിനൊന്നും പുറപ്പെട്ടില്ല. അവര് നാടിന്റെ വികസനത്തിനു വേണ്ടി അത് സ്വയം ത്യജിച്ചു കൊടുത്തിട്ട് അവരൊന്നും ഇന്ന് സമരത്തിന് വന്നിട്ടില്ല. മറിച്ച് അവർക്ക് കൃത്യമായിട്ടൊരു കോമ്പൻസേഷൻ കിട്ടി. അതുകൊണ്ടാണ് അവർ കിട്ടി കോമ്പൻസേഷൻ കിട്ടിയിട്ടാ കൊടുത്തു, അല്ലാതെ ഭൂമി ദാനം കൊടുത്തൊന്നുമല്ല. എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടി, എല്ലാം ചെയ്തു. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരു കോമ്പൻസേഷനും കിട്ടിയില്ല. ബഹുമാനുള്ള ഫാദർ, ഞാൻ പറഞ്ഞു നിർത്താം. ബഹുമാനുള്ള ഫാദർ, അപ്പോ അവര് ഇതൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടും അവര് സമരത്തിന് ഒന്നും അവർ ഇതുവരെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. നാടിന്റെ വികസനമാണ് അവര് മുന്നിൽ കാണുന്നത്. അതേപോലെ നമ്മളെ ലത്തീൻ രൂപതയിൽ കുറെയൊക്കെ സഫർ ചെയ്യേണ്ടി വരും. സർക്കാർ, നമ്മളെ LDF ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്നുവരെ എടുത്തിട്ടുള്ളത്. എന്റെ അറിവില് കഴിഞ്ഞ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് നമ്മൾ പോകുമ്പോ ചാനൽക്കാര് എഴുതി കാണിച്ചത്, മിക്കവാറും TV ചാനൽ എഴുതി കാണിച്ചതാണ് ഇത് സമരം ഒത്തുതീർപ്പിലേക്ക് എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കേരള സമൂഹം കണ്ടുകൊണ്ടിരുന്ന ആ ദിവസങ്ങളിൽ 2 ദിവസം കഴിഞ്ഞ് അറിയിക്കാമെന്ന് പറഞ്ഞാണ് അന്ന് ചർച്ചയ്ക്ക് പോയ ബഹുമാനപ്പെട്ട രൂപതയിലെ
ആൾ പോയത്. ഈ എന്നിട്ട് സമരം തിരിച്ച് ഇതേവരെ ഒത്തുതീർപ്പിലേക്ക് എന്ന് സമരസമിതി ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിരുന്നോ ഫാദർ മൈക്കിൾ? അങ്ങനെ ആ ഘട്ടത്തിൽ അത് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അവിടെയാണ് വിഷയം വരുന്നത്. ഈ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഊഹം വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും എഴുതി കാണിക്കാം. ബഹുമാനയുടെ സവർണക്കാരോട് ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇപ്പോഴും പറയുന്നു മത്സ്യത്തൊഴിലാളികൾ ത്യാഗം അനുഭവിക്കണം. ഈ പറഞ്ഞ കരയിലൊക്കെ ഞാൻ ജാതീയമായിട്ട് പറയുന്നതല്ല, വർഗമായിട്ടും തിരിച്ചു പറയുന്നതല്ല. അവർക്ക് കൃത്യമായിട്ട് പൊന്നും വിലയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാം, വിഴുങ്ങത്തിരുന്ന വൈദികനാണ്. എന്നാൽ ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ ഗതികേടെന്ന് പറയുന്നത് ഈ പുനർഗ്രഹം പദ്ധതിയിലിട്ട് ഒതുക്കുകയാണ്. അതുപോലെ ഞങ്ങൾ യാചകരായിട്ട് കൈനീട്ടി നിർത്തുകയാണ്. കാരണം അവിടെ 3-5 സെന്റ് സ്ഥലമുള്ളതും 2 നില വീടുകളുള്ളത് പോലും. അപ്പൊ നിങ്ങൾക്ക് ആ കരഭാഗത്ത് കൊണ്ട് അതേ നഷ്ടപരിഹാരം എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് ഞങ്ങൾ അത് ഗതികെട്ട് ഞങ്ങൾ ഈ സമരത്തിന് പുറപ്പെടേണ്ടി വന്നു. സമരത്തിന് പോകുന്നതിന് കാരണം ഉൾപ്പെടെ 12 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. 12 ലക്ഷം രൂപ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങ് വ്യക്തമായി തന്നെ പറഞ്ഞു. ശ്രീ എന്തായാലും ഞാൻ പറയുന്നത് സർക്കാർ അനുഭാവപൂർവമായ ഒരു നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. 7 ആവശ്യങ്ങൾ ഉന്നയിച്ചു. അത് ഒരാവശ്യം ഈ പറയുന്ന അച്ഛനും അറിയാം, അല്ലെങ്കിൽ നമ്മളെ കൂടെ സഹകരിക്കുന്ന നാട്ടുകാർക്കും അറിയാം, ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും അറിയാം. ഒരു പദ്ധതി, ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് പകുതിയിലടുത്ത് നിൽക്കുമ്പോൾ നിർത്തിവെക്കുക എന്ന് പറഞ്ഞത് ഒരു രാജ്യത്തിന് അത് ഭൂഷണമല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അത്രത്തോളം സാമ്പത്തികമായിട്ട് വളരെ വളരെ ഫ്ലറിഷ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയുമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഹകരണമാണ്, ഇവിടുത്തെ രൂപതയുടെ ഒരു സഹായം. ഈ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിക്കാമെങ്കിൽ ഈ ഒരു ആശയം നമുക്ക് ചർച്ച ചെയ്യാം. പഠന സമിതി സർക്കാർ നിയമിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു പാനൽ സംവിധാനം അതിനകത്തൊരു വ്യക്തത ശ്രീ സഫറുള്ള, ഈ പഠനസമിതി സർക്കാർ നിയോഗിച്ച ഈ പഠനസമിതിക്ക് അവർ പറയുന്ന ഒരു ടൈം 3 മാസമാണ്. നമുക്കറിയാം ഈ സമരം ആരംഭിച്ചിട്ട് 100 ദിവസം. ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ പഠനസമിതിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം സമരസമിതി ഉന്നയിച്ചിരുന്നു. ആ തുടക്കഘട്ടത്തിൽ ഈ ഒരു സമരസമിതി പറയുന്നത് പോലെ ഒരു പഠന കമ്മീഷനെ നിയോഗിച്ചിരുന്നെങ്കിൽ ഈ 100 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു പഠന റിപ്പോർട്ടൊക്കെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തേണ്ട സമയം കഴിയുമായിരുന്നില്ലേ ശ്രീ സഫറുള്ള? സാർ, ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ വളരെയധികം ഉണ്ട്. സർക്കാർ സംവിധാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അതിപ്പോ രൂപതയാണെങ്കിലും ശരി, ഇപ്പുറത്തുള്ള സമരസമിതിയുടെ ജനകീയ പക്ഷമാണെങ്കിലും ശരി, നമുക്ക് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട സർക്കാരിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് അവസരങ്ങളുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹം ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ്. നമുക്ക് പോകാം, അദ്ദേഹമായിട്ട് ചർച്ച നടത്താം. എന്നിട്ട് അനുകൂലമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അത് എത്രത്തോളം ഭൂഷണമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പുരോഹിതര്, ബഹുമാനപ്പെട്ട അച്ഛനും നമ്മളെ പാട്രിക് മൈക്കിളും എല്ലാം ചേർന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പീസ്ഫുള്ളായിട്ട് ഒരു സംഭാഷണം നടത്തിയാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വളരെ വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതായിട്ട് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഒരു കാര്യം, ബാക്കിയുള്ള കാര്യം ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ. ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ടെന്നാണ് എന്റെ പരിമിതമായിട്ടുള്ള അറിവ്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പരിഹാരങ്ങൾ അകലെയാണ്, ഇത് വളരെ ദൂരെയല്ല. ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത്, നാടിന്റെ വലിയൊരു വികസന സ്വപ്നം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇന്ന് തന്നെ വിദേശ നാടുകളിലൊക്കെ ജോലി അവസരം വളരെ കുറഞ്ഞു വരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ കിട്ടുന്ന യുവജനതയ്ക്ക്, ന്യൂ ജനറേഷന് ഒരു തൊഴിൽ സാധ്യത, 10,000-കണക്കിന് തൊഴിൽ സാധ്യതകളുണ്ട്. അവിടെ ഒരു വെയർ ഹൗസ് ഇപ്പൊ വരുന്നുണ്ട്. അവിടെ തന്നെ 10,000-ലധികം ജോലി സാധ്യത ഉണ്ട്. 10,000-ലധികം ജോലി സാധ്യത അത് നിഷേധിക്കുന്നില്ല. പക്ഷേ 50,000-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതി. ഞങ്ങളും പറയുന്നത് അവർക്ക് പുനരധിവാസം നടത്തണം. അവരും ഇന്ത്യയിലെ പൗരന്മാരാണ്, അവരും നമ്മുടെ സഹോദരങ്ങളാണ്, അവരും അവര് അധ്വാനം കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ മത്സ്യം കഴിക്കുന്നത് തന്നെ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്, വിദേശ പണം വരുന്നത് അവരുടെ മത്സ്യ കയറ്റുമതി കൊണ്ടാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സർക്കാരിന്റെ അടുത്ത് വീണ്ടും നമുക്ക് അപേക്ഷിക്കാം. അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.
എന്നാണ് എന്റെ പക്ഷം. ഓക്കെ, ഈ തൊഴിലവസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മാതൃക വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ ശ്രീ പാട്രിക്, നമ്മൾ ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ നേരത്തെ ശ്രീ സഫറുള്ള സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്ക് ഇനി സാധ്യതയുണ്ടോ, അതോ ഈ വിഴിഞ്ഞം സമരസമിതി ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്ന ആ ഒരു പോയിന്റിൽ കാണിക്കുന്ന ആ ഒരു പിടിവാശിയാണോ ഇതിനൊരു പരിഹാരം കാണാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് ഈ ഒരു സമരത്തെ കൊണ്ടുപോകുന്നത്? സി പാട്രിക്, അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരിക്കലുമല്ല. ഞങ്ങൾ ഏത് സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണ്. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ പോകില്ല എന്ന് ഒരു അവസരത്തിലും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 7 ആവശ്യം. ഈ 7 ആവശ്യങ്ങൾ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഞങ്ങൾ 7 ആവശ്യങ്ങളുടെ എല്ലാം ആവശ്യങ്ങളല്ല, അത് സർക്കാരിന്റെ കടമയായിരുന്നു. പലതും ഈ ക്യാമ്പുകളിൽ നിന്നും സിമെന്റ് ഗോഡൌണുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയല്ലേ? ആളുകൾക്ക് തീരശോഷണം ഉണ്ടാവുമ്പോൾ ആ തീരശോഷണം ഇല്ലാതാക്കാൻ ശാശ്വതമായി ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ കടമയല്ലേ? ഇനി കാലാവസ്ഥ വ്യതിയാനം മൂലം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ആ തൊഴിലിന് നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരിന്റെ കടമയല്ലേ? അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, മണ്ണെണ്ണയുടെ സബ്സിഡി തുടങ്ങി മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഞങ്ങളുടെ പൊഴിയൂരിലെ തീരശോഷണവും വീടുകൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഞങ്ങളുടെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള മൊത്തത്തിലുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സർക്കാർ സമയബന്ധിതമായി അത് നടപ്പിലാക്കാത്തത് കാരണമാണ് ഞങ്ങളുടെ ഒരു ആവശ്യമായി ഞങ്ങൾക്ക് പറയേണ്ടി വന്നത്. സർക്കാർ കൃത്യസമയത്ത് ഇതൊക്കെ നടപ്പിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമരം തന്നെ ആവശ്യമായി വരത്തില്ലായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ഗോഡൌണുകളിൽ കഴിയുന്നു, ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നു, തൊഴിലുകൾ നഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നുള്ളത് പലതവണ സർക്കാരിനോട് പറഞ്ഞിട്ടും സർക്കാർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് സമരവുമായി മുന്നോട്ട് വരാൻ പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഒരു എതിരാളികളായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. സർക്കാരിനെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ യാതനകൾ, ഞങ്ങളുടെ നഷ്ടങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് വന്നത്. ആ സമരത്തില് ആളുകൾ ഒരിക്കലും സർക്കാരിന് ഒരു സർക്കാരുമായി ഒരു യുദ്ധം ചെയ്യുന്ന രീതിയിലല്ല. ഇപ്പോൾ മൈക്കിളച്ചൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായും ശരിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചിരുന്നു. സഫറുള്ള ഖാന് ഞാൻ ആദ്യമേ തന്നെ നന്ദിയാണ് പറയുന്നത്. കാര്യം അദ്ദേഹം ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും അത് വളരെ സഭ്യമായ രീതിയിൽ ഇവിടെ അതൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു തീരുമാനം അല്ലെങ്കിൽ നടപടി ഉണ്ടാകണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. കാര്യം ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് സമരം ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊരു വ്യക്തിപരമായി ഞാൻ പറയുന്നത്. കാരണം അത്രയധികം ഞങ്ങളുടെ വൈദികരെയും ഞങ്ങളുടെ പിതാക്കന്മാരെ അധിക്ഷേപിച്ച ഒരു കാരണവും കൂടാതെ ഈ എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ട് ഒരു സമരത്തിന് ബദലായി ഒരു സമരം ഉണ്ടാക്കുക. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ സമരം ഉണ്ടായതെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കും. ഞാനിപ്പോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് സഫറുള്ള ഖാൻ ഇത് മനസ്സിലാക്കണം. നിങ്ങളെ പോലുള്ള നല്ലൊരു വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനകളോ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ സംഘടനയുടെ പേരോ ചീത്തയാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങള് ഒരിക്കലും അനാവശ്യമായ കാര്യത്തിൽ സഫറുള്ള ഖാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ന്യായമായ സമരമാണ്. പക്ഷേ ഈ പോർട്ട് നിർത്തിവെക്കണമെന്നുള്ള ആളുകളുടെ ചില ആളുകൾ ചുമ്മാ ഞങ്ങൾ ഈ പോർട്ട് എന്നേക്കുമായി അടച്ചു പൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ പോർട്ടിന്റെ നിർമ്മാണം നിർത്തലാക്കി ഇവിടെ നിന്ന് അദാനി നാട് കടത്തണം എന്നുള്ള രീതിയിൽ ഒരിക്കലുമല്ല. ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. താൽക്കാലികമായി നിർത്തിവെച്ച് പഠനം നടത്തുക. ആ പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുക. വളരെ ചുരുങ്ങിയ വാക്കുകൾ അങ്ങേക്ക് വളരെ പെട്ടെന്ന് അങ്ങ് നേരത്തെ കൈ ഉയർത്തിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങയിലേക്ക് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ്. അതെ, ജസ്റ്റ് ഒരു രണ്ട് കാര്യം മാത്രം. ഒന്ന്, ബഹുമാനപ്പെട്ട സഫറുള്ള ഖാന്റെ ശ്രദ്ധയ്ക്ക് ഈ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഒരു മനോഭാവത്തെ കുറിച്ച് 5 ചർച്ച നടന്നിട്ട് നാളിതേവരെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ്. ഒരു ചർച്ചയിൽ പോലും അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് മാത്രമല്ല ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ സമരത്തിനിടയ്ക്ക് പലതവണ ഈ അദാനി ടീമുമായിട്ടും വിസിലുമായിട്ടും തുറമുഖ പ്രദേശത്തും വന്ന് ചർച്ച ചെയ്തു. അപ്പോൾ അവിടെയും ആറ്റിറ്റ്യൂഡ് വളരെ ക്ലിയർ. മത്സ്യത്തൊഴിലാളികൾ കാണാനോ അവരുമായിട്ട് ചർച്ചയ്ക്ക് പോലും ആര് വന്നിട്ടില്ല ഇതേവരെ തുറമുഖ വകുപ്പ് മന്ത്രി.
രണ്ടാമത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ജോർജി, അതായത് എന്തുകൊണ്ട് ഞങ്ങൾ നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ സഫറുല്ലഖാൻ ഉൾപ്പെടെ പറയുന്നത് 50% ഞങ്ങൾ വിവരാവകാശം മൂലം രേഖാസഹിതം പറയുകയാണ് 30% താഴെ മാത്രമേ പണി നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പണി നടക്കുകയും പഠനം നടക്കുകയും ചെയ്യുമ്പോൾ പണി ദ്രുതഗതിയിൽ അരയും തലയും മുറുക്കി രാവും പകലൊന്നുമില്ലാതെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പക്ഷേ കൃത്യമായിട്ട്, കാരണം ഇത് ഞങ്ങളിപ്പോ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പഠനത്തിൽ തെളിയുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും സർക്കാർ നിലപാട്? അന്ന് പറയാൻ പോകുന്നത്, പൊതുസമൂഹം ഉൾപ്പെടെ പറയാൻ പോകുന്നത്, ഇത്രയേറെ പണി പുരോഗമിച്ച പണി ഇനി നിർത്തിവെക്കാൻ പറ്റുമോ? രണ്ട്, പഠനം ഞങ്ങളുടെ ഈ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പഠനത്തിന് 3 മാസം കൂടെ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട് 1 വർഷമായിട്ട് പല പല കാരണങ്ങളാണ് അതിനെ വലിച്ചിഴച്ച് നീട്ടി. അപ്പൊ അതുപോലുള്ള ആശങ്ക. എന്നാൽ ബഹുമാനപ്പെട്ട ജോർജി പറഞ്ഞതുപോലെ 2019 കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2020 ഫെബ്രുവരിയിലാണ്. 2019 ഡിസംബറിൽ തീരേണ്ടുന്ന ആയത്. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ട് ഇത്രയേറെ ഡിലേ ആയി 30% മാത്രം പൂർത്തിയായിരിക്കുന്ന ഈ പണിയെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റുവാനായിട്ട് തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ഒരു 3 മാസം മാറ്റിവെക്കുന്ന എന്താ കുഴപ്പം? ഞങ്ങൾ പണി പദ്ധതി ഉപേക്ഷിക്കാനല്ല പറയുന്നത്. എന്നാൽ നാളിതേവരെ ഞങ്ങളുടെ ആശങ്കകൾക്ക് ന്യായമായിട്ടുള്ള ഒരു മറുപടി ഈ നിൽക്കുന്ന സഫറുല്ലഖാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു 2 കാര്യം. തെക്ക് ഭാഗത്ത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് അടിമലത്തുറ മുതൽ പൂവാറ് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല, കപ്പൽ ചാല് വന്നു കഴിഞ്ഞാൽ. ഞങ്ങളുടെ ശക്തമായ ആശങ്ക, അത് മറുപടി തന്നിട്ടില്ല. വടക്ക് ഭാഗത്ത് ഇനി ഒരു വീട് പോകില്ല എന്ന് ഉറപ്പ് നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? അപ്പൊ മത്സ്യത്തൊഴിലാളികൾ കോൺഫിഡൻസിൽ എടുത്തതിന് ശേഷം ഞങ്ങളുടെ പ്രയാസം നിങ്ങൾ മാന്യമായി കേട്ടുകൊണ്ട് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ ഇന്നതാണെന്ന് വ്യക്തമായി അവർ ബോധ്യപ്പെടുത്തിയിട്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അതൊന്നും ചെയ്യാതെ ദാർഢ്യത്തിന്റെ ഭാഷയിൽ ഏകപക്ഷീയമായിട്ട് രക്ഷപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ വളരെ വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾക്ക്, അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് എത്രയും വേഗം തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അതിനുള്ള ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ മൈക്കിൾ, ശ്രീ പാട്രിക്, ശ്രീ സഫറുള്ള 3 പേർക്കും നന്ദി.